ഹലോ, അലിയറിംദാസ് ആണ്. എന്തുകൊണ്ട് ഡെന്റൽ ട്രീറ്റ്മെന്റിന്റെ ചാർജ് ഉയർത്തേണ്ടതായി വന്നു? നിങ്ങൾക്കറിയാം, ജനുവരി 2025 മുതൽ ഡെന്റൽ ട്രീറ്റ്മെന്റിന്റെ ചാർജ് എല്ലാം ഉയർത്തേണ്ടതായി വന്നു. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ നോംസ് പ്രകാരം ഉയർത്തേണ്ടതായി വന്നു. പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സ്റ്റാൻഡേർഡ് ആയ ട്രീറ്റ്മെന്റ് രോഗികൾക്ക് കൊടുക്കണമെങ്കിൽ എന്തുപയോഗിക്കണം? സ്റ്റാൻഡേർഡ് ആയ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ അത് കിട്ടാത്ത നിലപാട് വന്നാൽ നമ്മൾ സ്റ്റാൻഡേർഡ് സാധനം വാങ്ങാൻ നമ്മൾ നിർബന്ധിതയുമാണ്, ഉയർന്ന വില കൊടുത്ത്. ഒരു കാരണം അതാണ്. രണ്ടാമത്തെ കാരണം, രോഗിയുടെ സുരക്ഷ, അതാണ് മുഖ്യം. ആ സുരക്ഷാ മാനദണ്ഡങ്ങൾ പുലർത്തി മുന്നോട്ട് പോകണമെങ്കിൽ ആ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ട മെറ്റീരിയൽസിനെല്ലാം വില കൂടി. അതുകൊണ്ട് നമ്മൾ രോഗിയുടെ സുരക്ഷയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. മൂന്നാമത്തത്, ഗുണമേന്മയില്ലാത്ത മാർക്കറ്റിലുള്ള സാധനങ്ങൾ അത് നമ്മൾ ഒഴിവാക്കേണ്ടതായി വന്നു. ക്ലിനിക്കിൽ നിന്ന് നമ്മൾ എടുത്തു മാറ്റേണ്ടതായി വന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ നല്ല സാധനങ്ങൾ, വില കൂടിയ സാധനങ്ങൾ, സ്റ്റാൻഡേർഡ് ആയ സാധനങ്ങൾ ഉപയോഗിക്കാതെ ട്രീറ്റ്മെന്റ് ഞങ്ങൾ ചെയ്തു തരുമ്പോൾ അത് നിങ്ങളെ പരോക്ഷമായി ഞങ്ങൾ സഹായിക്കുകയല്ല ചെയ്യുന്നത്, നിങ്ങളെ ഉപദ്രവിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് നല്ല ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഡെന്റൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന സാധനത്തിനകത്തുള്ള വിശ്വാസം നിങ്ങൾ നിലനിൽക്കുന്നുള്ളൂ, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയുള്ളൂ. Okay, I'm Dr. Ali Alirimras dentalclinic.com, Ali Arimras Facebook, Instagram. Thank you all.